this is my son. Oh, wow. And we are recording this message and uploading YouTube and Facebook so that many people God can is hear. good. God Pleased to meet you, brother. Thank you. Yeah. I'm from Australia. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുവാൻ കാരണം യേശുവിൻ്റെ വചനങ്ങളാണ്. യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, ആരെയും പ്രലോഭിപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടില്ല. താൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ പോലും പിൻവലിക്കേണ്ടതായിട്ട് തനിക്ക് വന്നിട്ടില്ല. താൻ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് തനിക്ക് സ്വർഗത്തെക്കുറിച്ചറിയാം. മരണത്തിനപ്പുറം താൻ പാതാളത്തിലേക്ക് പോയതുകൊണ്ട്, ബദ്ധന്മാരുടെ സ്ഥലത്തേക്ക് പോയതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യേശുവിനറിയാം. യേശു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും ന്യായാധിപനുമായതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് അറിയാം. പ്രിയപ്പെട്ടവരെ, മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ല. മനുഷ്യനിൽ ഒരു ശരീരവും അവനിൽ ജീവനും ആത്മാവുമുണ്ട്. മരണം കൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവിന് കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാനും ശരീരം കൂടാതെ ജീവിക്കുവാനും കഴിയുമെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. പ്രിയ സുഹൃത്തേ, ഇന്ന് താങ്കൾ മരിക്കുകയാണെങ്കിൽ താങ്കളുടെ നിത്യത എവിടെയായിരിക്കും? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ബേത്ലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ പാപമോചനം ലഭിക്കും, ശാപമോചനം ലഭിക്കും, ആത്മരക്ഷ ലഭിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി കഴിയും. വരൂ, യേശുവിനെ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കൂ. എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന യേശുവിൻ്റെ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നതെങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരനോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നരകത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ഒരു ന്യായവിധിയുണ്ടെന്നും ഒരു ഗോപാലകൃഷ്ണനായിരുന്ന എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞത് യേശുവിൻ്റെ വാക്കുകളിലൂടെയാണ്, വിശുദ്ധ ബൈബിളിലൂടെയാണ്. യേശു ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കൽ പോലും അതിശോക്തി പറഞ്ഞിട്ടില്ല. യേശു വഴിയും സത്യവും ജീവനുമാണ്. താൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. തനിക്ക് കള്ളം പറയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അന്ത്യന്യായവിധിയുണ്ട് എന്ന് യേശു പറഞ്ഞ വാക്കുകൾ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നാം ഇവിടെ വായിച്ചതായിട്ടുള്ള വചനങ്ങൾ യേശു ഒരു ഉപമയിലൂടെ നമ്മെ ആഴമായ ചില ചിന്തകൾ പഠിപ്പിക്കുകയാണ്. ഒരു രാജാവ് തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ആൾക്കാരെ വിളിക്കുകയാണ്. ക്ഷണിച്ചവരൊന്നും വന്നില്ല. പിന്നെ വഴിയോരങ്ങളിലും കണ്ടവരെയുമൊക്കെ വിളിക്കുവാനായിട്ട് രാജാവ് ദാസന്മാർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ ധാരാളം പേർ ആ വിവാഹ വിരുന്നിൽ വന്നു. അവസാനം രാജാവ് വന്ന്
വിരുന്നുകാരെ നോക്കുമ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ അവിടെ കാണുകയാണ്. രാജാവിനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ വസ്ത്രം ധരിക്കാതെ, കല്യാണ വസ്ത്രം ധരിക്കാതെ ഇവിടെ വന്നത്? അത് രാജാവിനെയും വിരുന്നിനെയും അപമാനിക്കുന്നതായിട്ട് രാജാവിന് തോന്നി. ഇവൻ്റെ കാലും കൈയും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുവാനായിട്ട് കൽപ്പിക്കുകയാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യേശു ഈ ഉപമയിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിന് ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. എന്താണ് ഈ കല്യാണ വസ്ത്രം? ദൈവം സൃഷ്ടിച്ച ആദമും ഹവയും ദൈവവുമായി നല്ലൊരു കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സാത്താൻ്റെ ഉപദേശം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വസ്ത്രം നഷ്ടപ്പെടുകയും ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ അവർ ഓടി ഒളിച്ചതായിട്ടും പിന്നീട് ദൈവം അവർക്കൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തതായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപം ദൈവം നമുക്ക് നൽകിയ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തും, നമ്മളെ നഗ്നരാക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലവോദിക്യ സഭ, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രൈസ്തവ സഭയെക്കുറിച്ച് ദൈവം പറയുന്നത് എന്താണ്? നീ നഗ്നനാണ്, നീ കുരുടനാണ്, നീ ദരിദ്രനാണ്. പക്ഷേ നീ നഗ്നനാണ് എന്നുള്ള കാര്യം അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പാടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നൽകിയ വസ്ത്രമുണ്ടോ അതോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് വരികയും നാം നഗ്നരായി കണ്ടാൽ തള്ളപ്പെടുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ കള്ളനെപ്പോലെ വരും, നിന്റെ നഗ്നത വെളിപ്പെടാതിരിക്കേണ്ടതിന് വസ്ത്രം സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. പാപം നമ്മുടെ വസ്ത്രത്തിൽ കളങ്കങ്ങളുണ്ടാക്കും, കറകളുണ്ടാക്കും. സാത്താൻ്റെ ഉപദേശങ്ങളും ദൈവകൽപ്പനയുടെ ലംഘനങ്ങളും ദൈവസന്നിധിയിൽ നമ്മെ നിർത്തുവാൻ യോഗ്യമായ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തുവാൻ കാരണമാകും. രാജാവ് കല്യാണ വസ്ത്രം ഇല്ലാതെ ആ വിരുന്നുശാലയിൽ പ്രവേശിച്ച ആ ചെറുപ്പക്കാരനെ കണ്ടെത്തുകയും അവൻ്റെ കൈകാലുകൾ കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുവീനെന്നുള്ള കൽപ്പനകൾ ആഴമായി നാം പഠിക്കേണ്ടതാണ്. ഈ രാജാവ് മറ്റാരുമല്ല, ദൈവമാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. ആ രാജാവ് വരുന്നതിന് മുൻപേ നമുക്കൊരുങ്ങാം. ആ വചനം ഞാൻ ഒരിക്കൽ കൂടി വായിച്ചു കൊള്ളട്ടെ. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടാതിരിപ്പാൻ കർത്താവിൻ്റെ വചനമനുസരിക്കാം, നഗ്നരായി നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, എന്നാൽ കൊളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നരകത്തെക്കുറിച്ച് യേശു പറയുകയാണ്. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അന്ത്യന്യായവിധി ഉണ്ടെന്നും ഞാൻ പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ്. ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം യേശു ആരെയും ചതിച്ചിട്ടില്ല, യേശു ആരെയും കൊന്നിട്ടില്ല, യേശു ആരെയും കൊല്ലുവാൻ ഉപദേശിച്ചിട്ടില്ല, യേശു ഒരിക്കലും അതിശോക്തി പറഞ്ഞിട്ടില്ല. യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവനാണ്. ഒരിക്കൽ പോലും യേശു താൻ പറഞ്ഞത് അബദ്ധമാണ്, പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് യേശു പഠിപ്പിച്ചതുകൊണ്ട്
നരകമുണ്ടെന്ന്, സ്വർഗമുണ്ടെന്ന്, അന്ത്യന്യായവിധിയുണ്ട് എന്ന് യേശു പഠിപ്പിച്ചതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയാണ്. ഇവിടെ കൊളരുതാത്ത ദാസൻ നരകത്തിലേക്ക് തള്ളപ്പെടുന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വചനമാണിത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. എന്നാൽ കൊളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യേശു താലന്ത് വ്യാപാരത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു യജമാനൻ തൻ്റെ ദാസന് 5 താലന്ത് കൊടുക്കുന്നു, വേറൊരു ദാസന് 2 താലന്ത് കൊടുക്കുന്നു, മറ്റൊരു ദാസന് 1 താലന്ത് കൊടുക്കുന്നു. പോയി വ്യാപാരം ചെയ്യുവാനായിട്ട് പറയുന്നു. അവർ 3 പേരും പോകുന്നു. 5 താലന്ത് വാങ്ങിയവൻ 5 കൂടെ നേടി യജമാൻ്റെ അടുക്കൽ വരുന്നു. 2 താലന്ത് വാങ്ങിയവൻ 2 കൂടെ നേടി യജമാനൻ്റെ അടുക്കൽ വരുന്നു. യജമാനൻ അവരെ അഭിനന്ദിക്കുകയാണ്. 5 താലന്ത് നേടിയവനോട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ 2 താലന്ത് നേടിയവനെയും അഭിനന്ദിച്ചിട്ട് അധികത്തിന് വിചാരകനാക്കുകയാണ്. എന്നാൽ യജമാനൻ്റെ താലന്ത് വ്യാപാരം ചെയ്യാതെ കുഴിച്ചിട്ടവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുകയാണ്. അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകുകയാണ്. യേശു എന്തിനാണ് ഈ ഉപമ നമ്മോട് പറഞ്ഞത്? നാം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായി മാറുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, മനുഷ്യ സൃഷ്ടികളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ചില താലന്തുകളൊക്കെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ താലന്തുകൾ നാം വ്യാപാരം ചെയ്യണം. വ്യാപാരം ചെയ്യാതെ യൂദയെപ്പോലെ നാം കുഴിച്ചിട്ടാൽ ദൈവം തിരഞ്ഞെടുത്തവനാണെങ്കിലും യേശുവിൻ്റെ അപ്പോസ്തലനാണെങ്കിലും അവൻ തള്ളപ്പെടുകയും നിത്യനരകത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളത് ഒരു പരമസത്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയ താലന്ത്, അതൊരു പക്ഷേ പണമാകാം, ഒരുപക്ഷെ ഭാഷയാകാം, ഒരുപക്ഷെ പ്രസംഗിക്കാനുള്ള കഴിവാകാം, അല്ലെങ്കിൽ മറ്റു പലതുമാകാം. അത് 5, 2, 1 ആവാം. എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നൽകിയത് വ്യാപാരം ചെയ്യുവാനുള്ളതാണ്. അത് കുഴിച്ചിടുവാനുള്ളതല്ല. കുഴിച്ചിട്ടാൽ അത് ന്യായവിധിക്ക് കാരണമാകും. കരച്ചിലും പല്ലുകടിയുമുള്ള ആ യാതനാ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അത് എനിക്കും നിങ്ങൾക്കും സംഭവിക്കാതിരിപ്പാൻ ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്ത് നമുക്ക് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 45 മുതലുള്ള യേശുവിൻ്റെ വചനങ്ങൾ ഞാനിവിടെ വായിക്കാം. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നുകളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും. പ്രിയപ്പെട്ടവരെ, നരകവും സ്വർഗവും മരണാനന്തര ജീവിതവും ഉണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുവാൻ കാരണം ഒരിക്കൽ പോലും കള്ളം പറയാത്ത, അതിനാവശ്യമില്ലാത്ത, ഒരിക്കൽ പോലും അതിശോക്തി പറഞ്ഞിട്ടില്ലാത്ത, അതിനാവശ്യമില്ലാത്ത സത്യസന്ധനായ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത നസറേയനായ യേശു പറഞ്ഞതുകൊണ്ടാണ്. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ്. ഒരിക്കൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും പോകുന്ന വേളകളിൽ ഒരുവൻ ഭൂതത്തെ പുറത്താക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. അവൻ തങ്ങളോടൊപ്പം വരാത്തതുകൊണ്ടും തങ്ങളുടെ സംഘത്തിൽ പെടാത്തതുകൊണ്ടും അവനെ വിരോധിച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അതൊരു വീരകൃത്യമായിട്ട് അവർ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ആർക്കും ഇടർച്ച വരുത്തരുത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നു കളക. നരകത്തിൽ പോകുന്നതിനേക്കാൾ അത് നല്ലതാണ്.
നിന്റെ കാല് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയുക. നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ്. അവിടെ തീ കൊണ്ട് ഉപ്പിടും, ചാകാത്ത പുഴുവും കെടാത്ത തീയും അവിടെയുണ്ട് എന്ന് നസ്രയനായ യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ സഭയിൽപ്പെടാത്തവരും നമ്മുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരും ആരെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയോ അത്ഭുതങ്ങൾ നടത്തുകയോ ഉപദേശിക്കുകയോ ചെയ്താൽ അവർക്കെതിരായി ശബ്ദമുയർത്താതെ, അവരെ മുടക്കാതെ, അവരെ ഓടിക്കാതെ ദൈവം ഏൽപ്പിച്ച വേല വിശ്വസ്തയോട് ചെയ്യുക. അല്ലെങ്കിൽ യോഹന്നാനാണെങ്കിലും ഒരു നരകമുണ്ടാകുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ഈ വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് വിറയ്ക്കാം, ഭയപ്പെടാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വചനങ്ങൾ. അങ്ങനെ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടി പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇത് വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് പറഞ്ഞ വചനങ്ങൾ. യേശു പറയുകയാണ്, തൻ്റെ വരവിൻ്റെ നാളും നാഴികയും നിങ്ങൾ അറിയാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം, തള്ളപ്പെടാതിരിക്കാൻ. ദാസൻ യജമാനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. എന്നാൽ യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് കരുതി ദാസൻ യജമാനൻ്റെ ദാസന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങിയാൽ, തീനിയും കുടിയനുമായി മാറിയാൽ, യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടഭക്തിക്കാരോടൊപ്പം അവന് പങ്ക് കൽപ്പിക്കുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നാം തീനിയും കുടിയന്മാരുമായി മാറി കൂട്ടുദാസന്മാരെ പീഡിപ്പിക്കുന്നവരായി തീർന്നാൽ കർത്താവിൻ്റെ വരവിൽ നാം തള്ളപ്പെടുകയും നരകത്തിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുമെന്നാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്പം കൂടി ആഴമായി പഠിച്ചാൽ ഈ ദൈവദാസന്മാരോടുള്ള വചനങ്ങളാണ്. ദൈവം തൻ്റെ കരുണയാലും ദൈവത്തിൻ്റെ കൃപയാലും നമുക്ക് ചില ശുശ്രൂഷകളൊക്കെ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ അധികാര പരിധിയിൽ ദൈവത്തിൻ്റെ ദാസന്മാരും ഉണ്ടാകും. അവർ നമ്മുടെ ഇംഗിതത്തിനു വേണ്ടി നിൽക്കാത്തത് കൊണ്ട്, നമുക്ക് ഓശാന പാടുവാൻ തയ്യാറാകാതിരിക്കുമ്പോൾ അവരെ എതിർക്കുവാനും മുടക്കുവാനും അവരെ പീഡിപ്പിക്കുവാനും അവരെ താഴ്ത്തുവാനുമൊക്കെ ഞാനും നിങ്ങളും പരിശ്രമിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകുകയും നാം കപടഭക്തിക്കാരുടെ സെല്ലിൽ അകപ്പെടുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ് കർത്താവായ യേശു പറഞ്ഞത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട്, അഭിഷേകം പ്രാപിച്ചതുകൊണ്ട്, കർത്താവിൻ്റെ വേലക്കാരായി തീർന്നതുകൊണ്ട് നാം ഭാഗ്യമുള്ളവരാണെങ്കിലും കർത്താവിൻ്റെ വരവിൻ്റെ ആ നിമിഷങ്ങളിൽ നാം യൂദായെപ്പോലെ കൊളരുതാത്ത ദാസനായി തീർന്നാൽ, നാം കൂട്ടുദാസന്മാരെ പീഡിപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരുമായി തീർന്നാൽ നമുക്ക് ലഭിക്കുന്നത് കരച്ചിലും പല്ലുകടിയുമുള്ള നരകമാണെന്നുള്ള കാര്യം മറക്കരുത്. ഇത് യേശുവിൻ്റെ വചനമായതുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ യജമാനന്മാർക്കും ഒരു യജമാനൻ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി നമുക്ക് ദാസന്മാരായി ജീവിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ,
ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. പ്രിയപ്പെട്ടവരെ, സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ന്യായവിധിയുണ്ട് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുവാൻ കാരണം വിശുദ്ധ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റം വരാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനവുമാണ്. മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ല. ഇവിടെ നാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ഒരു ന്യായാധിപനുണ്ടെന്നും ഒരു ന്യായവിധി ഉണ്ടെന്നുമുള്ള കാര്യങ്ങൾ മറക്കരുത്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ്. ഇത് 100% സത്യമാണോ? ഈ പാപങ്ങളിൽ ഏതിൽ എങ്കിലും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം, പാപമോചനം പ്രാപിക്കണം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ബേത്ലഹേമിൽ ജനിച്ചതും ഗോൽഗോത്തായിൽ മരിച്ചതും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതും ഇന്നും ജീവിക്കുന്നതും നിങ്ങളുടെ പാപം മോചിക്കേണ്ടതിനും നിങ്ങളെ രക്ഷിക്കേണ്ടതിനുമാണ്. നിങ്ങൾ ഭീരുവാണോ? അറയ്ക്കപ്പെട്ടവനാണോ? കൊലപാതകനാണോ? വിഗ്രഹാരാധിയാണോ? ഭോഷ്ക് പറയുന്നവനാണോ? കൊലപാതകനാണോ? ആരുമായിക്കൊള്ളട്ടെ, തെറ്റുകൾ സമ്മതിച്ച് ദൈവമേ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ പാപം മോചിക്കപ്പെടും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.